എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ തലങ്ങും വിലങ്ങും ഉപദേശിച്ചായ അവനെ. പക്ഷെ കേക്കണ്ടേ? കേക്കില്ല. എനിക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണുന്നത് വരെ ഞാൻ ഈ ശൈലി തുടരും. എന്തായാലും 41 കഴിയുന്നതോടെ മല ചവിട്ടണം. എരിമേലി വഴി നടന്നു തന്നെ പോണം. എന്റെ ആങ്ങളെയാണെങ്കിലും പറയുക, എന്റെ ഏട്ടൻ നിങ്ങളെ തേച്ചിട്ട് പോവാതിരുന്നാ കൊള്ളാം. എന്നെ തേച്ചിട്ട് പോയാ എനിക്ക് കേറി ചെല്ലുന്നൊരു വീടുണ്ടടി. എന്നാ കേട്ടോ, സാഗരേട്ടൻ എന്നെ വിട്ടു കളഞ്ഞാലും എനിക്ക് കേറി ചെല്ലാൻ ഒരു വീടുണ്ട്. എന്റെ കണ്ണേട്ടന്റെ വീട്. ആ വീട്ടിലേക്ക് വരുമ്പോ എന്നോട് ഇറങ്ങിപ്പോവാൻ പറയാനുള്ള അധികാരം നിങ്ങൾക്കാർക്കും ഇല്ല. അങ്ങനെ കണ്ണേട്ടന്റെ തണൽ തേടി വന്നാലും ശരി, അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ലോകം മുഴുവൻ പെണ്ണു കെട്ടി നടക്കുന്ന ഒരുത്തനെ ഇനി ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റില്ല. നീ എന്തു പറഞ്ഞാലും ശരി, ദേ ഇവനെ നിന്റെ അന്തകനായിട്ട് ജനിച്ചവനാ. ഈ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഞാൻ പറയാ, ഇവനെ കൊണ്ട് നീ ഒരുപാട് കണ്ണീര് കുടിക്കും. കരഞ്ഞ് കരഞ്ഞ് നീ ഇല്ലാതെയാവും. അല്ലെങ്കിൽ നീ നോക്കിക്കോടി. വാമോളെ. ഞാൻ പറഞ്ഞില്ലേ ഒന്നും പറയണ്ടെന്ന്. അങ്ങനെ പറയാതെ പോയാൽ ശരിയാവത്തില്ല സാഗരേട്ടാ. അമ്മമാരെത്ര ദുഷ്ടരാണെങ്കിലും അവർ ഈ അമ്പലനടയിൽ വെച്ച് പറയുന്നത് ചിലപ്പോൾ അതുപോലെ വലിച്ചെന്നിരിക്കും. അത് ശരി. സാഗരേട്ടൻ എന്നെ കണ്ണീര് കുടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയല്ല. ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ വാക്കിനൊന്നും ഒരു ശക്തിയും ഉണ്ടാവില്ല. അമ്മയായാലും മക്കളായാലും മരുമക്കളായാലും നമ്മുടെ പ്രാർത്ഥനയും മനസ്സുമൊക്കെ ദൈവങ്ങൾക്കറിയാം. അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. സാഗരേട്ടൻ വാ. അത് ശരി. അപ്പൊ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴും കല്യാണത്തിന് മുമ്പ് ഒരുത്തിയെ സ്നേഹിച്ച് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തവനെ അവന്റെ അപ്പച്ചയ്ക്ക് വെറുപ്പില്ല. നിന്നെയാണ് അവർ വെറുക്കുന്നത് അല്ലേ ദുർഗ? അവരങ്ങനെ ഒരു അവതാരമായി പോയി മാർക്കോ. അതിനവർക്കും അതിലുപരി മേഘനും ഒരു ശിക്ഷ കൊടുക്കണ്ടേ ലോപ്പസേ? ഉറപ്പായിട്ടും വേണം. ഇന്ന് തന്നെ ഞാൻ മേഘനെ കണ്ടോളാം. എന്നിട്ട് അവന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തോളാം. അല്ല, എന്താ ചെയ്യാൻ പോകുന്നത്? അവനെ ഞാനങ്ങനെ തല്ലാറില്ലല്ലോ. അവനെ വെറുതെ ഒന്ന് തലോടും. പക്ഷെ അതവന് തലോടലല്ല, മറിച്ച് അതിലൂടെ അവന്റെ ജീവനാണ് പോകുന്നത്. മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും അവൻ ഒരുപാട് ദ്രോഹിച്ചു. പകരമായിട്ട് ഞാനെന്താ ചെയ്തത്? അവന്റെ കുടുംബം തകർത്തു. അവൻ കൂലിക്കെടുത്ത നിനക്കൊപ്പം അവന്റെ ഭാര്യ ഇറങ്ങി വന്നു. അതിൽ പരം അവൻ ഇനിയൊരു ശിക്ഷ കിട്ടാനുണ്ടോടാ സാഗറെ? അല്ല, അതുപോലെ എന്തെങ്കിലും ചെയ്യാനാണോ പോകുന്നത്? അതെ. അവരെന്തമ്മയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം മോളെ സ്നേഹിക്കണ്ട, പക്ഷെ അനന്തരവന് വേണ്ടി അവരെന്തിനാ എപ്പോഴും ഇങ്ങനെ വാദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അവരിപ്പോഴും അനന്തരവനെ തന്നെയാ സ്വന്തം മോളുടെ ഭർത്താവായിട്ട് കാണുന്നത്. നിന്നെ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും മേഘന്റെ ജീവിതത്തിലേക്ക് നിന്റെ ഭാര്യയെ കൊണ്ടുവരാനാ അവർ നോക്കുന്നത്. അതിനി ആര് വിചാരിച്ചാലും നടക്കില്ല. എന്നെ മേഘനോ മേഘന്റെ ആൾക്കാരോ കൊന്നാലും ശരി, മഞ്ജു ഇനി മേഘന്റെ അരികിലേക്ക് പോവില്ല. നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല സാഗറെ. അങ്ങനെ ചെയ്ത മേഘനെ ഞാൻ കൊത്തി അരിയും അവന്റെ അപ്പച്ചിയുടെ മുന്നിലിട്ട് തന്നെ. ഇന്ന് ഏതായാലും മേഘന് നല്ലൊരു സദ്യ കൊടുക്കണം. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സദ്യ. പാടല്ലോ പസേ. ഞാൻ എന്താ പറയാൻ പോന്നെന്ന് നീ ഉടനെ അറിയും. അതറിയുമ്പോഴേ
നീ എനിക്കൊപ്പം നിന്നേക്കണം. ശരി. എങ്ങനെയുണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ? ഓ, വലിയ മെച്ചമൊന്നുമില്ല. ആ, ഞാൻ എന്തായാലും കുറച്ചാളത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ പോവാ. ശരി എന്നാ, നിങ്ങൾ വിട്ടോ. വാടാ. എടാ, ജയിലിൽ നിന്ന് ഇറങ്ങിയ നിന്നെ തല്ലാനും കൊല്ലാനും വന്നതല്ല, നിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. നിന്റെ മുറപ്പെണ്ണായിരുന്ന മഞ്ജു പിന്നെ നിന്റെ ഭാര്യയായി. ഇന്നവളും മറ്റൊരുത്തന്റെ ഭാര്യയെ, സാഗറിന്റെ. ആ വിവാഹത്തിന് സാക്ഷിയായത് ഞാനും ഇവനുമൊക്കെയാ. അതുകൊണ്ട് തന്നെ അവരെ പിരിക്കാൻ നിനക്കെന്നല്ല, നിന്റെ അപ്പച്ചിക്കെന്നല്ല, മനുഷ്യനായി പിറന്ന ഒരുത്തനും പറ്റില്ല. പിന്നെ ദൈവം അവരെ വേർപിരിക്കുന്നെങ്കിൽ മാത്രം അങ്ങനൊരു സംഭവം നടക്കും. ഇപ്പം നിന്നെ ഞങ്ങൾ കാണാമെന്നത് ഇതൊന്നും പറയാനല്ല. എടാ, സാഗർ ഒരു അച്ഛനാവാൻ പോവാടാ. നിന്റെ മുറപ്പെണ്ണ് സാഗറിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാടാ. എടാ, പറഞ്ഞത് മനസ്സിലായോടാ? മഞ്ജുവിന് വിശേഷമുണ്ടെന്ന്. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് വിശേഷം ഉണ്ടാവും, അവള് പ്രസവിക്കും, അമ്മയും ആവും, കുഞ്ഞിനെ താരാട്ടും. അതെ. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ ഞെട്ടുന്നത്? ഇവന്റെ കൂടെ ഉള്ളപ്പോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. അതിന്റെ ഞെട്ടല്ല. അതിനിവനൊരാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അന്യന്റെ ഭാര്യയെ വേണോന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ നടന്ന് കാലിലെ ചെരുപ്പ് തേക്കുന്നത്. അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുമ്പോഴും എടാ, അവൾ അന്യന്റെ ഭാര്യയായിരുന്നു. പക്ഷെ അവളൊരു ഭാര്യയാണെന്ന് നമ്മൾക്ക് തോന്നിയില്ല നിന്റെ കൂടെ ജീവിച്ചപ്പോ. അതുകൊണ്ടാ അവള് സാഗറിനെ സ്നേഹിച്ചതും സാഗറിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതും. അതെ, നിങ്ങളെല്ലാരും കൂടെ എന്നെ ചതിയിൽ പെടുത്തിയതാ. എന്ത് ചതി? കല്യാണത്തിന് മുമ്പ് നീ ഒരു പെണ്ണിനെ സ്നേഹിച്ചത് ചതിയല്ലേ? അവൾക്ക് നിന്റെ ഒരു കുഞ്ഞിനെ കൊടുത്ത ചതിയല്ലേ? നീ എന്താടാ ഒന്നും പറയാത്തത്? സാഗറിന്റെ കഴിഞ്ഞ കാലം എന്തായാലും ഇന്നവൻ സ്വന്തം കുടുംബം പോറ്റാനായിട്ട് പെടാപ്പാട് പെടുന്നവനാ. എന്നിട്ട് അവന്റെ കാറിനകത്ത് കഞ്ചാവ് വെച്ച് നീ അവനെ കൊടുക്കാൻ നോക്കിയില്ലേ? എടാ, ഉള്ളിൽ സ്നേഹമുള്ള ആണും പെണ്ണും ഇനി എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അവരുടെ നിലപാടിൽ മാറ്റം വരത്തില്ലടാ. സാഗറിനെ ആജീവനാന്ത ജയിലിൽ കിടന്നാലും അവനിനി ചത്തുപോയാലും ശരി, അവന്റെ ഭാര്യ നിന്നെ തേടി വരില്ല, നിന്നെ സ്വീകരിക്കില്ല. കണ്ണൻ സാറും മഹാലക്ഷ്മിയൊക്കെ പിന്നാലെ നടന്നതാ അവർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അതവര് സ്വീകരിച്ചില്ല. അവര് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുവാടാ. അങ്ങനെയുള്ള മഞ്ജുവിന്റെ ജോലി കളയാൻ നോക്കിയില്ലടാ. അന്ന് നിന്നെ കാലെ പിടിച്ച് വലിച്ച് കീറാനാ എനിക്ക് തോന്നിയത്. പിന്നെ നിന്റെ ഭാവി ഇപ്പോ എന്റെ കയ്യിലടാ. അതുകൊണ്ട് നിനക്ക് ഇതുപോലുള്ള ഷോക്കുകൾ തരാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദേഷ്യത്തില് നീ അടുത്ത ഉടായിപ്പോയിട്ട് ഇറങ്ങുമെന്ന് എനിക്കറിയാം. പോര്. പക്ഷെ അതിൽ നല്ല ഉടായിപ്പോയിട്ട് ഞങ്ങൾ നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ചെല്ല്.
അളിയാ, മഞ്ജുവിന് വിശേഷമൊന്നുമില്ലല്ലോ. വേണ്ട. പക്ഷെ ഇപ്പോ അവൻ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യം. അത്രത്തോളം ദുഷ്ടനാവൻ. ഇത് മഞ്ജു പറയുമ്പോ അവക്ക് വിഷമാവൂ. എന്ത് വിഷമം? അവള് ചിരിക്കത്തേ ഉള്ളൂ. ഞാൻ സാഗറിനോട് സൂചിപ്പിച്ചിട്ടാണല്ലോ വന്നത്, നമ്മൾ കളിക്കുന്ന നാടകം എന്തായാലും കൂടെ നിൽക്കണമെന്ന്. ഇങ്ങനൊരു ഷോക്ക് അവന് കൊടുത്തേ പറ്റൂല്ലോ പസേ. മഞ്ജുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിയുമ്പോഴെങ്കിലും അവൻ അവളുടെ മേലുള്ള ശ്രദ്ധ വിടുന്നെങ്കിൽ വിടട്ടെ. അതിനവൻ ഉന്നം വെക്കുന്നത് മഞ്ജുവിനെയും മഞ്ജുവിന് ജനിക്കുന്ന കുഞ്ഞിനെയൊന്നും അല്ലല്ലോ. അവൾക്ക് കണ്ണൻ സാർ കൊടുക്കാൻ പോകുന്ന സ്വത്ത് മോഹിച്ചല്ലേ അവൻ നടക്കുന്നത്. കണ്ണൻ സാറിന് അനാഥാലയത്തിന് സമ്പത്തെല്ലാം തീരെഴുതി കൊടുത്താലും മേഘന് 4 അണ കൊടുക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ കണ്ണൻ സാറിന് മഞ്ജുവിന് എന്തെങ്കിലും കൊടുത്താ അവളൊട്ട് മേഘന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്നുമില്ല. അതൊന്നും മനസ്സിലാക്കാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറാ ഇപ്പൊ അവൻ. ക്രിസ്മസ് ആഘോഷമാക്കാൻ ടോപ്പ് സിംഗർ കുട്ടിപ്പട്ടാളവും മ്യൂസിക്കൽ വൈഫ് വീട്ടമ്മമാരും ഒന്നിക്കുന്ന ആഘോഷരാവ് മഹാസംഗമം ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം 6:30. നീ വന്നോ? എന്താടാ ഇങ്ങോട്ടൊക്കെ? അപ്പച്ചിക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് പറയാൻ വന്നത്. എന്താ, നീ വീണ്ടും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? അങ്ങനെ തീരുമാനിച്ച അത് അപ്പച്ചിക്ക് സന്തോഷമായിരിക്കുമോ? എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല. എന്റെ മോള് നിന്റെ അടുത്തുനിന്ന് പോയില്ലേ, പിന്നെ നിനക്കൊരു ജീവിതം വേണ്ടേ? അപ്പച്ചി, എനിക്ക് തെറ്റ് ഒരുപാട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാര്യയായിട്ട് ഇന്നും മഞ്ജുവിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തന്. അവളിന്ന് മറ്റൊരുത്തന്റെ ഭാര്യയല്ലടാ. അവളിന്ന് മറ്റൊരുത്തന്റെ ഭാര്യയാണെന്ന് മാത്രമല്ല, ഇനി അവള് മറ്റൊരുത്തന്റെ കുഞ്ഞിന്റെ അമ്മയും കൂടിയാ. എന്താ മേഘട്ടൻ പറഞ്ഞത്? മാർക്കോ ഞാൻ വഴി വെച്ച് കണ്ടിരുന്നു. അവ സന്തോഷത്തോടെയാ പറഞ്ഞത് മഞ്ജുവിന് വിശേഷം ഉണ്ടെന്ന്. എടാ, ഇതിലൊക്കെ സത്യമുണ്ടോ ഞാൻ ഈ കേട്ടതില്? ആ സാഗർ എന്ന ഫ്രോഡ് അവളെയും കൂട്ടി പോയിട്ട് മാസങ്ങളായില്ലേ? പിന്നെ ഇങ്ങനൊരു വാർത്ത കെട്ടുകഥയാണെന്ന് പറയാൻ പറ്റുമോ? അവൾ അമ്മയാവാൻ തയ്യാറെടുക്കാടെ ഉണ്ണി. ഇനി എനിക്ക് നിന്റെ പെങ്ങളുടെ ജീവിതത്തിൽ ഒരു റോളും ഇല്ല. വരുന്നുണ്ട് ഈ വാർത്ത കേട്ട് തുള്ളിച്ചാടാൻ താല്പര്യമുള്ളവര്. ചിലപ്പം ഇവരറിഞ്ഞു കാണും, എന്നിട്ട് അറിയാത്തതുപോലെ നടിക്കുന്നതായിരിക്കും. നീ എന്തിനാടാ ഈ വീടിനകത്തേക്ക് വന്നത്? ഇവൻ എന്താ വന്നാല്? ഇവന്റെ അപ്പച്ചിയാണ് ഞാൻ. അതിലാണ് എനിക്ക് സങ്കടം. സ്വന്തം അപ്പച്ചിയുടെ മോളെ പകൽ വെളിച്ചത്തിൽ ചതിച്ചവനാ ഈ നിൽക്കുന്നവൻ.
ഇങ്ങനെയുള്ള ഒരുത്തനെ വീടിനകത്ത് വിളിച്ച് സൽക്കരിക്കുന്ന ആദ്യത്തെ അപ്പച്ചിയായിരിക്കും എന്റെ രണ്ടാനമ്മ. ഇവൻ വീട്ടിലോട്ട് വരുമ്പോ ചൂലെടുത്ത് ഇവന്റെ മുഖത്ത് ആദ്യം അടിക്കേണ്ടത് അമ്മയാ. എന്നൊന്നും പറയണ്ട. മേഘേട്ടനെ കളഞ്ഞിട്ട് മഞ്ജു പോകാനുള്ള കാരണം ഇവിടെ ചിലരാ. അതെ, ഇവൾ ഈ വീട്ടിലെ മരുമകളായപ്പോ ആദ്യം ചെയ്ത പ്രവൃത്തി അങ്ങനെയുള്ളതാ. ഇവൾ ഒറ്റൊരുത്തിയാ കണ്ണേട്ടനെയും മേഘേട്ടനെയും തമ്മിൽ തെറ്റിച്ചത്. പിന്നീട് മഞ്ജുവിന്റെ ഉള്ളിൽ വിഷം കുത്തി നിറച്ചതും ഇവളാ. നിർത്ത്. അപ്പൊ നീ ഇവന്റെ പ്രവൃത്തിയൊന്നും കാണുന്നില്ലേ? നിങ്ങൾ ആരും കാണുന്നില്ലേ? ഇവന്റെ കവിളത്ത് കൈവച്ചത് ഞാൻ മാത്രമായിരിക്കില്ല. പല പെൺകുട്ടികളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അത്രയ്ക്ക് മോശം ഇവന്റെ സ്വഭാവം. അതെ, എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടി. വേണം. ഈ വീടിനകത്ത് കയറണമെങ്കിൽ നീ ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. കാരണം ഇപ്പൊ ഇത് എനിക്കൊപ്പം ഇയാൾക്കും അവകാശപ്പെട്ട വീടാ. അവിടെ സ്വഭാവ ദൂഷ്യമുള്ള ഒരുത്തൻ കയറി ഇറങ്ങുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇവനെ നീ തള്ളിക്കളയാണല്ലേ? എന്നാ പോയി അടക്കി പിടിക്കടാ നിന്റെ പെങ്ങളുടെ ഭർത്താവിന്. നിന്റെ അളിയനൊരു അച്ഛനാവാൻ പോവാ. മഞ്ജു ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാണെന്ന്. അതെ, ഇവർ ഈ വാർത്ത നേരത്തെ അറിഞ്ഞാണ്. എന്നിട്ട് രണ്ടാളും കൂടി ഇപ്പൊ അത്ഭുതപ്പെടുക. രണ്ടാൾക്കും ഇപ്പൊ അഭിനയം നല്ല വശമാണല്ലോ. ഇതുപോലൊരു സന്തോഷ വാർത്ത അറിഞ്ഞെങ്കിൽ അത് ആദ്യം വന്ന് നിങ്ങളോടൊക്കെ പറയുന്നത് ഞങ്ങളായിരിക്കും. തൽക്കാലം മഞ്ജുവിന് വിശേഷമുണ്ടെന്ന് ഞങ്ങൾ രണ്ടാളും അറിഞ്ഞിട്ടില്ല. കേട്ടത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ സന്തോഷം ഇനി മറച്ചു വെക്കുന്നുമില്ല. നിന്റെ കുഞ്ഞിനെ പ്രസവിക്കാന് മഞ്ജുവിന് പ്രയാസം ഉണ്ടായിരുന്നത്. പക്ഷേ സാഗറിന്റെ കുഞ്ഞിനെ പ്രസവിക്കാനും ലാളിക്കാനും അവൾക്ക് ഒരു മടിയും കാണില്ല. താമട രണ്ടാളിന്റെ സന്തോഷം കണ്ടില്ലേ പച്ചി? സന്തോഷം മാത്രമല്ല, സംസാരം കുറച്ച് അതിലോട്ട് പോകുന്നുണ്ട് മേഘേട്ട. മേഘേട്ടൻ പോലും ഈ വീട്ടിൽ കയറണമെങ്കിൽ അവള് കനിയണം. മഹാലക്ഷ്മി. അതെ കണ്ണിട്ടാ, ഇങ്ങനൊരു വാർത്ത അറിഞ്ഞ സ്ഥിതിക്ക് മഞ്ജുനെ ഒന്ന് കാണണ്ടേ? ഇനിയിപ്പോ നമുക്ക് സാഗറിനോട് പിണക്കമൊന്നുമില്ലല്ലോ, അല്ലേടോ? ആ നിലയ്ക്ക് അവളെ കാണുക മാത്രമല്ല, അവൾക്ക് ഈ സമയത്ത് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കുകയും വേണം. അതന്നെ ഞാനും പറയാൻ വന്നേ. അവക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന ആഗ്രഹം. പക്ഷെ ഇനിയിപ്പോ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു കടയിൽ കയറി പലഹാരങ്ങൾ വാങ്ങണം. പിന്നെ ഫ്രൂട്ട്സും. അതെന്താണെന്ന് വെച്ചാൽ ആയിക്കോ. അമ്മയാകാൻ പോകുന്ന എന്റെ പെങ്ങൾക്ക് ബന്ധുക്കളായിട്ട് ആരും ഇല്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവരുത്. അങ്ങനെയെങ്കില് അവരുടെ വീട്ടിൽ കയറിയിട്ട് ഓഫീസിലേക്ക് പോവാലോ. അതാ വേണ്ടത്.
ഇവിടെ ചിലർക്ക് ആ വാർത്ത ഷോക്കായിരിക്കുക, പ്രത്യേകിച്ച് മേഘന്. അവരെന്ത് വേണേലും ചെയ്യട്ടെ. മഞ്ജു സാഗറിനൊപ്പം പോയപ്പോ പിന്നെ അവളെ തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ മേഘൻ. അതിന് ദൈവം അറിഞ്ഞു കൊടുത്ത ശിക്ഷയായത്. ഇപ്പോഴത്തെ തിരിച്ചടിക്ക് ഇനി മേഘൻ എങ്ങനെ പകരം വീട്ടുമെന്നറിയില്ല. ഇനി സാഗറിനെയോ മഞ്ജുവിനെയോ അവൻ ഉപദ്രവിച്ച മാർക്കും അവനെ തീർത്തു കളയും. മലയ്ക്ക് പോകാൻ മാലയിട്ടതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ ക്ഷമിച്ചേക്കും. പക്ഷെ അവിടുന്ന് വന്നു കഴിഞ്ഞാ പിന്നെ മേഘന്റെ പൊടി പോലും കാണില്ല.